മുഖ്യമന്ത്രി മാറണം. അത് ശരിയാവില്ല. പ്രിയമുള്ളവരെ, കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും വികസിക്കുന്ന നാടായി കരുനാഗപ്പള്ളി മാറുമ്പോൾ കരുനാഗപ്പള്ളിയിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് ചോദിക്കാം കരുനാഗപ്പള്ളിക്കാരോട്. അപ്പോൾ നമ്മുടെ കരുനാഗപ്പള്ളിയിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നമുക്ക് ചവറയിൽ നിന്ന് കരുനാഗപ്പള്ളി വരെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഒക്കെ വന്നാൽ നല്ലതായിരിക്കും. പ്രൈവറ്റ് ബസ്സിന്റെ ഫെസിലിറ്റീസ് ഒക്കെ വന്നാൽ നല്ലതായിരിക്കും. പിന്നെ പബ്ലിക് ടോയ്ലറ്റ്, അങ്ങനെ കുറെ നല്ല മാറ്റങ്ങൾ വരുന്നത് ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ്. അതൊക്കെ തന്നെ. പിന്നെ ഭയങ്കര പൊല്യൂട്ടഡ് ആണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി മൊത്തവും. പെട്ടെന്ന് പണി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ തന്നെ ഈ ബസ്സിന്റെ കാര്യം നല്ല പാടാണ്. മാറ്റങ്ങളെന്ന് വെച്ചാ ഈ കുറ്റം പറയാൻ നടക്കുന്ന കളവന്മാരെയൊക്കെ നന്നാക്കി എടുക്കണം. അതായത് ആണും പെണ്ണും നിന്ന് കഴിഞ്ഞാൽ അവരെ പറ്റി കുറ്റം എല്ലാം പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു നീ പറഞ്ഞു വെക്കുന്നത് വികസനത്തിനെക്കാട്ടി വലുതായിട്ട് ആളുകളുടെ ചിന്താഗതി മാറണമല്ലോ അല്ലേ? അതല്ലേ മാറ്റം നമുക്ക് ശരിയാക്കാം അല്ലേ? ഞാന് ഇതിനകത്തൊരു അഭിപ്രായം പറയാൻ നിൽക്കുന്നില്ല. കാര്യം പറഞ്ഞാലേ കൂടുതലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇവിടെ. അതിപ്പോ മെയിനായിട്ടെന്ന് പറയുമ്പോ റോഡിന്റെ കാര്യങ്ങളാണ്. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പോലും വയ്യ, സ്ഥലമില്ല. പിന്നെ അതുപോലെ തന്നെ ജനം പെരുകുന്നു, വണ്ടി പെരുകുന്നു. ഇതിനൊക്കെ ഒരു നിയന്ത്രണം വേണം. ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടന്ന് മനുഷ്യനെ അലയുകയാണ്, പ്രാവേറുക. പിന്നെ അല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും നമുക്കിപ്പോ അടിയന്തരമായിട്ട് വേണ്ട. നമുക്കൊരു കൃത്യമായ പാർക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളും അത്യാവശ്യമായിട്ട് വേണം. കാരണം ഇവിടെ ഇപ്പൊ ഇടയില്ല. വളരെ വിഷമം. രണ്ട് അങ്ങോട്ട് ബൈപ്പാസ് എന്ന് പറയുന്നെങ്കിലും വൺ വേ എന്ന് പറയുന്നെങ്കിലും ഇത് കണ്ടില്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോവാ. അതിന്റെ ഇടയ്ക്ക് ആട്ടോ എങ്ങനെ 100-150 ആട്ടോ ഉണ്ട്, 185 ആട്ടോ ഉണ്ട്. ഇതെല്ലാം കൂടെ എങ്ങനെ ഓടിപ്പോവും? ജനങ്ങളുടെ ചീത്ത വിളി കേൾക്കുന്നു. ഞങ്ങൾ ആട്ടോക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളം പരിഹാസം. എന്ത് ഞങ്ങൾ ഒരുപാട് ട്രാൻസ്പോർട്ട് വണ്ടി വരെ നമ്മൾ എന്തായാലും നിങ്ങളുടെ ഈ പ്രശ്നം നമ്മൾ ബന്ധപ്പെട്ട അധികാരികളിലോട്ട് എത്തിക്കാനോട് വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. വളരെ നല്ല കാര്യം. ഈ അടുത്ത് നല്ലൊരു ബിവറേജ് പറഞ്ഞു. ആൾക്കാർ ഒത്തിരി ലോങ് ഒക്കെയാ പോകുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങി തന്നെ ഒത്തിരി കറങ്ങി തന്നെയൊക്കെ പോകുന്നത്. അപ്പൊ നമുക്ക് റോഡ് സൈഡ്, നമുക്ക് ടൗണിൽ ഒരു ബിവറേജ് വേണമല്ലോ. അല്ലേ? അപ്പോഴായാലല്ലേ. അപ്പം ഈ ബസ്സിനകത്ത് യാത്രക്കാർക്ക് വന്നാലും സുഖമായിട്ട് ബിവറേജ് ഒക്കെ പോകാൻ വേണ്ടിയൊക്കെ ഇപ്പം തന്നെ പന്തളത്തിന്റെ അടുത്ത് തന്നെ ഒത്തിരി ബിവറേജ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ടിക്കറ്റ് കിട്ടുന്നുണ്ട്. യാത്രക്കാർ ടിക്കറ്റ് ഉദ്ദേശിച്ച അല്ലാതെ ബിവറേജ് ഉദ്ദേശിച്ചൊന്നുമല്ല. പബ്ലിക് ടോയ്ലറ്റ് വേണം. ഗേൾസിന് യൂസ് ചെയ്യാൻ ആകെ ഈ ഒരു ടോയ്ലറ്റേ ഉള്ളൂ ബസ് സ്റ്റാൻഡിൽ. അത് ഒട്ടും ഹൈജീനിക് അല്ല. നമ്മുടെ കരുനാഗപ്പള്ളി ഇപ്പോൾ ഓൾറെഡി തന്നെ ഒരു പ്രൈവറ്റ് സ്റ്റാൻഡ് ഉണ്ട്. പക്ഷെ അത് ഉപയോഗപ്രദമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് വന്നാൽ കൊള്ളായിരിക്കും. ഒരു പാർക്ക് വന്നാൽ കൊള്ളാം. ഫുഡൊക്കെ അടിക്കാൻ പറ്റുന്ന അതൊക്കെ നമ്മൾ ഇടുന്നുണ്ടല്ലോ. നമ്മുടെ ചാനൽ നോക്കിയാൽ മതി. ഫുഡ് അടിക്കാൻ പറ്റിയ പല സ്പോട്ടുകൾ വരുന്നുണ്ട്. നൈറ്റ് ലൈഫ് ഇല്ല. നൈറ്റ് ലൈഫ് വേണം. പിന്നെ വേറെന്തെങ്കിലും? പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇവിടെ വന്നിട്ട് എനിക്ക് ഞാൻ ഇവിടെ ഉള്ളവനല്ല. അങ്ങ് ചടയമംഗലം. നിങ്ങളുടെ നാടും കരുനാഗപ്പള്ളിയായിട്ടുള്ള ഒരു വ്യത്യാസം എന്താ തോന്നുന്നത്? അവിടെ വെച്ചോക്കെ നല്ല ഇതുണ്ട്. നല്ലൊരു ആംബിയൻസും ഞങ്ങളെ പോലെ നല്ല ആൾക്കാരും അവിടെ വെച്ചാൽ രാത്രി ഇറങ്ങണക്കാനൊക്കെ കൊള്ളാം. അതല്ലേ? എന്താ അഭിപ്രായം? ഇവിടെ കറങ്ങാനായിട്ടുള്ള സ്പോട്ടൊന്നും ഇല്ല. എങ്കിലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ രാത്രി ഇറങ്ങാനും ഒക്കെ ഉള്ളൊരു ഇതൊക്കെ നല്ലതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ? എന്തെങ്കിലും വരണമെന്നോ പുതിയതായിട്ട് എന്തെങ്കിലും? പുതിയ സ്പോട്ടൊക്കെ വന്നാൽ കാണാൻ പറ്റുന്ന നല്ല സ്പോട്ട് വന്നാൽ കൊള്ളാം. നമുക്കൊരു വുമൻസിന്റെ ഒരു മെൻസിന്റെ വുമൻസിന്റെ ടോയ്ലറ്റ്, സിഗ്നൽ, ഓരോ നമ്മള് ട്രാവൽ ചെയ്യുമ്പം ഇപ്പൊ ഓരോ അപകടങ്ങളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഓരോരോ സിഗ്നൽസ്, അങ്ങനെയൊക്കെ ഓരോ റോഡിൽ വേണ്ട കൃത്യമായ അടയാളപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അല്ലേ? അതിന് നടക്കുന്നവർക്കായാലും വണ്ടിയിൽ പോകുന്നവർക്കായാലും എല്ലാവർക്കും അല്ലേ? നല്ലൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂള് വരുന്ന രീതി. അതായത് ട്രാവൽ ചെയ്യുമ്പം ഇപ്പം നമ്മൾ നടക്കുന്ന കുറെ നടന്നു പോകുന്നവർക്ക് വേണ്ടി ഒരു നല്ലൊരു നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ സേഫ്റ്റിയും സുരക്ഷയും ഉറപ്പാകുന്ന രീതിയിൽ അടയാളങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണം അല്ലേ? അത് തന്നെയാണോ? ആണോ? ഏത് രീതിയിലുള്ള മാറ്റം എന്ന് വെച്ചാല് ഇപ്പൊ യാത്രക്കാരുടെ ദുരിതം, അതായത് KSRTC ബസ് സ്റ്റാൻഡും ഇവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഹൈസ്കൂളിനപ്പുറത്ത് സിഗ്നലിനപ്പുറത്തോട്ട് ബസ് പ്രൈവറ്റ് ബസ്സിന് അങ്ങോട്ട് കടത്തിവിടത്തില്ല. അപ്പൊ യാത്രക്കാരുടെ ബുദ്ധിമുട്ടനുസരിച്ച് KSRTC ബസ്സും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും അടുത്ത് ഹൈവേയുടെ സൈഡിൽ തന്നെ അടുത്തടുത്തായിരുന്നെങ്കിൽ യാത്രക്കാരുടെ ബുദ്ധിമുട്ട്. നിലവിലുള്ള കരുനാഗപ്പള്ളി ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ. ഉണ്ട്, അത് അപ്പുറത്താണ്, ഉള്ളിലാണ്. അവിടെ മനുഷ്യർക്ക് പോലും അറിയത്ത് പോലുമില്ല. അതും എല്ലാം മൊത്തം അവിടെ വരുന്ന വണ്ടികളും ലോറികളും എല്ലാം അതിനകത്ത് കയറി പാർക്ക് ചെയ്തു. അപ്പൊ ഒരുപക്ഷെ ഈ KSRTC ബസ് കൂടെ അവിടേക്ക് കയറി പോകുന്നതായിരുന്നേ കുറച്ചുകൂടെ നന്നായല്ലേ? അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട് കഴിഞ്ഞാൽ ആള് ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് തന്നെ ആൾക്കാർ അറിഞ്ഞു വരികയും ചെയ്യും.
അതിനെക്കാട്ടി ഇച്ചിരി കൂടെ നല്ലതെന്ന് പറയുന്നത് ബെറ്റർ എന്ന് പറയുന്നത് ഹൈവേ സൈഡിൽ രണ്ടും കൂടെ ഒരു ലിങ്ക് ആയിക്കൊണ്ട് അപ്പുറം അപ്പുറം ആയി കഴിഞ്ഞാൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ല. കാരണം അവിടെ നിന്ന് വരുന്ന അരമത്തോളം മണപ്പള്ളി ഭാഗത്തു നിന്ന് വരുന്ന ബസ് നേരെ സ്റ്റാൻഡിന്റെ അടുത്തോട്ട് പോകുമ്പോൾ യാത്രക്കാർക്കും സ്റ്റാൻഡിൽ ഇറങ്ങി ലോങ് ജോലിക്ക് പോകുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ പറയുന്ന പോലെ ആളില്ലാത്ത സ്റ്റാൻഡിൽ കയറുന്നതിനെക്കാട്ടിൽ ആളുള്ളടത്ത് കയറി ഓടാനും പറ്റൂലേ? നമുക്കും 10 ആളെ കിട്ടും, അത് KSRTCക്ക് ആളെ കിട്ടും. അതല്ല ഇവിടുന്ന് ആൾക്കാരെ ബുദ്ധിമുട്ടില്ല. ഇവിടെ നിർത്തി നമ്മൾ ആളെ ഇറക്കി കഴിഞ്ഞിട്ട് അവർ അങ്ങോട്ട് നടന്നാണ് പോകുന്നത്. അവർക്കും മറിച്ചില്ല, ആർക്കും മറിച്ചില്ല. നമുക്ക് ചെന്നിരിക്കാന് നമ്മൾ ചെറിയഴിക്ക് ബീച്ചിൽ പോകണം. അപ്പൊ അത്രയും പോകാതെ നമുക്ക് ഈ സിറ്റിയിൽ തന്നെ എവിടെയെങ്കിലും ഒരു പാർക്കോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് സൗകര്യമായിരിക്കും. ഇവിടെ കഫേകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ക്രോസ് ചെയ്യുമ്പോൾ മേൽപ്പാലം വരുന്നത് നല്ല കാര്യമാണ്. പിന്നെ റോഡിന്റെ പിന്നെ ഫുട്പാത്ത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ പേരും ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികാരികളുമായി നമ്മൾ ഇത് അറിയിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.